ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ UAE നാഷണൽ ഡേയുടെ ഹോളിഡേയ്സും പിന്നെ വീക്കെൻഡും ഒക്കെ കൂടെ ആയിട്ട് ഒരു 5 ഡേയ്സ് ഹോളിഡേയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷാർജയിൽ നസ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത മനോഹരമായ കാഴ്ചകളും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വ്ളോഗ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിരുന്നു. ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. സെറാഡൂറ പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ഏകദേശം 2 മണി 2:30 കൂടിയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. ലഞ്ച് നമ്മൾ അവിടെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫാം ഉള്ളത് ഷാർജയിലെ നസ്വ എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദുബൈയിൽ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ ഡ്രൈവ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ UAEയിലുള്ളത്. നമ്മളിപ്പോൾ കുറേ ആയി ലോങ് ഡ്രൈവൊക്കെ പോയിട്ട് തന്നെ, അതുകൊണ്ട് തന്നെ നല്ലൊരു റിഫ്രഷിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഫാമിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴി കുറച്ചുള്ളിലേക്ക് പോയിട്ടാണ് കേട്ടോ ഫാം ഹൗസും ഫാമെല്ലാം ഉള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ഫാം വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആയി ഒരു ഫാമിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഫാം ഹൗസിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇതാണ് ഈ ഫാം ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് കിച്ചണും വാഷ്റൂം എല്ലാം ഉണ്ട്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി എല്ലാവരുമായിട്ട് കണ്ടു ഒന്ന് സെറ്റിലായി. ജ്യൂസും പിന്നെ ഫ്രൂട്ട് സലാഡും എല്ലാം കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ ഒന്ന് പുറത്തിറങ്ങിയത്. ഇവിടെ ഇവർ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചുരക്കയുടെ വേറൊരു ടൈപ്പാണെന്നാണ് പറഞ്ഞത്. പിന്നെ പലതരത്തിലുള്ള ചീരകളുണ്ട്, അതുപോലെ തന്നെ മല്ലിയില, പുതിന, റോസ്മേരി, പിന്നെ സലാഡിലെല്ലാം യൂസ് ചെയ്യുന്ന ഇലകളുണ്ടല്ലോ, ആ ടൈപ്പ് ഇലകളുണ്ട്. അതുപോലെ നമ്മുടെ പാലക് ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. അതുകൂടാതെ കോഴിയും താറാവും പ്രാവും മുയലെല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. ഇത് UAEയിൽ തന്നെയാണോ ഇങ്ങനെ ഒരു സ്ഥലം എന്ന് സംശയമായിട്ട് തോന്നും. നമ്മുടെ നാട്ടിലൊക്കെ എത്തിയ പോലെയാണ് തോന്നിയത്. നമ്മുടെ മലയാളികൾക്ക് കുറച്ച് ഹരിതാപവും പച്ചപ്പൊക്കെ കണ്ട എന്താ പറയാമെന്നറിയില്ല, കുറച്ച് സുഖവും സന്തോഷമൊക്കെയാണ്. ഇങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് പറയാമെന്നറിയില്ല അല്ലേ. അപ്പോൾ ഈ കാണുന്ന ബ്ലാങ്കായി കിടക്കുന്ന ഈ പ്ലോട്ടിലൊക്കെ അവർ വിത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളൊരു 3:30 കഴിഞ്ഞ് കാണും കേട്ടോ അവിടെ എത്തുമ്പോൾ. നല്ല വെയിലുണ്ട്, പക്ഷേ വെയിലൊന്നും ആരും വകയ്ക്കാതാണ് നടക്കുന്നത്. എങ്കിൽ പോലും ചൂടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. ഈ കാണുന്ന എല്ലാം മല്ലിയിലയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ സലാഡിലിടുന്ന ഒരു ലീവ്സാണ്, പക്ഷേ എനിക്കതിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ കറിക്കും അതുപോലെ തന്നെ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഉലുവയിലയാണ്.
പിന്നെ ഇത് നമ്മുടെ സ്വന്തം ചുവന്ന ചീരയാണ്. അപ്പോൾ ഇതൊരു വലിയ പ്ലോട്ടാണ് കേട്ടോ. അത് അവർ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തൊക്കെയാണ്. അതാ അവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് നുള്ളിയെടുക്കുകയാണ്. വൈകിട്ടാണ് ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തുള്ളതെല്ലാം ഒരു ഓൾറെഡി നുള്ളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് തന്നെ പൊടിച്ച് വരികയാണ് ചെയ്യുക. ഇതൊരു ഹെർബാണ്, റോസ്മേരി. അങ്ങനെ നമ്മൾ ഒന്ന് കറങ്ങി വന്നതിന് ശേഷം ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേയൊക്കെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കാനിറങ്ങി. ഇപ്പോൾ വെയിലൊക്കെ മാറി, ഇപ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. സൺസെറ്റൊക്കെ ആയിട്ടുണ്ട്, മാത്രമല്ല തണുപ്പും കൂടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ കോഴിയും താറാവൊക്കെ ഉള്ളത്. മാത്രമല്ല അവരുടെ പാക്കിംഗ് യൂണിറ്റും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഉള്ളത്. മുന്നേ വന്നപ്പോൾ ഈ ഒരു ഏരിയ വിട്ടുപോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള പച്ചക്കറികളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. പിന്നെ ഇത് പാലക് ചീരയാണ് കേട്ടോ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന പാലക് ചീരയാണിത്. പിന്നെ പ്രാവും താറാവൊക്കെ ഉണ്ട്. മൊയിലും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇരുട്ടായപ്പോഴത്തേക്കും മൊയിലിനൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ അതെല്ലാം കണ്ട് കഴിഞ്ഞ് തിരിച്ച് നടന്നു വരുമ്പോഴേക്കും കുറച്ചൊക്കെ ഇരുട്ടായി തുടങ്ങിയിരുന്നു. അതിനുശേഷം ചായ കുടിക്കലും സ്നാക്സൊക്കെ കഴിച്ചിരുന്ന് എല്ലാവരും കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മേടിച്ച ഫ്രൂട്ട്സും പിന്നെ മാത്രമല്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരുപാട് സ്നാക്ക് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും. എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ണൂർ സ്പെഷ്യലാണ്. മുട്ടൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള നല്ല എരിവൊക്കെ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ ഡിന്നറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ചിക്കനും മട്ടനൊക്കെ ഗ്രില്ല് ചെയ്തിരുന്നു. കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിലെ ആദ്യത്തെ ബാർബിക്യൂ ആണ് കേട്ടോ. രാത്രിയായപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. 17 ഡിഗ്രിയൊക്കെ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മോൾക്കൊക്കെ ഫുഡ് കൊടുക്കാനിരുന്നിട്ട് പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന കാര്യം വിട്ടുപോയി. മക്കൾക്ക് കൈ നിറയെ ഗിഫ്റ്റ്സൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ അതിൽ ഓൾ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.